ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഇന്ന് ഒരു ബീഫ് കറിയുടെ അതേ രുചിയിൽ സോയാ ചങ്ക്സ് ഉണ്ടാക്കിയാലോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സോയാബീൻ എന്ന് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര്? എല്ലാവരും സോയാ ചങ്ക്സ് എന്ന് പറയും. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സോയാബീൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിരിക്കുന്നത് നമുക്ക് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. സോയാബീനായിട്ടത് നമ്മൾ ചെറിയ സോയാബീനായിട്ട് എടുക്കണം. വലിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം ചെറുതാക്കിയുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലേക്ക് വേണ്ടി ഉള്ളി ഉള്ളി എടുത്തിരിക്കുന്നു കേട്ടോ. നാട്ടിൽ സവാള എന്ന് പറയാം, രണ്ടും പറയും. വലിയ ഉള്ളി എന്ന് പറയും, സവാള എന്ന് പറയും. നമുക്ക് എളുപ്പമുള്ളത് നമ്മൾ ഉള്ളി എന്താ പറഞ്ഞുകൊണ്ട് അത് ചെറുതാക്കി അരിഞ്ഞിരി. നമുക്കിതിലേക്ക് പച്ചമുളക് അരിയാം കേട്ടോ, ചെറുതാക്കി അരിയാം കേട്ടോ. നമ്മൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് വെക്കുക. തക്കാളിയും തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെക്കുക. ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിയാം കേട്ടോ. വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. 2 വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി. ഫ്രണ്ട്സ്, നമ്മൾ അതിലേക്ക് വേണ്ടി ഒരു 3 മില്ലി കരിവേപ്പ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. നമുക്കിതൊക്കെ വാട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ വലിയുള്ളി, പച്ചമുളക്, തക്കാളി, കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചട്ടി ചൂടായിരുന്നു. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എണ്ണ ചൂടായി വരുന്നു. നമുക്കിതിലേക്ക് വലിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഉള്ളി നല്ലോണം വഴറ്റി വരവാൻ നമുക്കൊരു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളി നമുക്കൊരു ബ്രൗൺ കളറായി വന്നിട്ട് കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞ് അതിട്ട് കൊടുക്കട്ടോ. നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഇതൊന്ന് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ മറ്റേ വറ്റൽമുളക് ഇട്ടുകൊണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയിരുന്നത് ഇതിട്ട് കൊടുക്കട്ടെ. നമുക്കിതിലേക്ക് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കില്ല, അതേപോലെ നമ്മൾ വെക്കുന്നത്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, വഴറ്റി കൊടുക്കാം. ഇതൊന്ന് തക്കാളി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് 1 സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് നമ്മൾ വറ്റൽമുളക് അരച്ചുകൊണ്ട് നമുക്ക് എരിവ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ഒരു ഇത്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞളിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക.
നമുക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇനി നമുക്ക് നല്ലതെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയാബീൻ നമ്മൾ മസാല ആക്കി വെച്ചിരിക്കുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കട്ടോ. സോയാബീൻ ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സോയാ ചങ്ക്സ് ആയിരിക്കുന്നു കേട്ടോ. നമ്മുടെ ബീഫ് കറിയുടെ അതേ രുചിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സോയാ ചങ്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്തൊരു ദിവസം കാണാം. ബൈ.